നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ധൃതരാഷ്ട്ര പച്ച എന്ന സസ്യത്തെയാണ്. പൂർവ്വ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമാണ് ഇതിൻ്റെ ജന്മനാടെങ്കിലും കേരളത്തിൽ ഇത് സുലഭമായി കാണപ്പെടുന്നു. സർവനാശത്തിനും വഴിയൊരുക്കുന്നു എന്നർത്ഥത്തിലാണ് ഇതിനെ ധൃതരാഷ്ട്ര പച്ച എന്ന് തന്നെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മഹാഭാരത യുദ്ധത്തിന് തന്നെ മൂലകാരണം ധൃതരാഷ്ട്രമാണല്ലോ. ആസ്ട്രേസിയ കുടുംബാംഗത്തിലത്തെ ഒരു അംഗമാണ് ഈ ധൃതരാഷ്ട്ര പച്ച. ഇതിൻ്റെ ശാസ്ത്രീയ നാമം മൈക്കാനിയ മൈക്രാന്ത എന്നാണ്. ഈർപ്പം കൂടിയ മണ്ണിലും ആർദ്രത കൂടിയ അന്തരീക്ഷത്തിലും ഇത് വളരെ വേഗം വളർന്നു പിടിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വളർച്ചയുടെ കാരണം കൊണ്ട് ജൈവ വൈവിധ്യത്തിന് തന്നെ നാശം സംഭവിക്കുന്നു. ഇളം പച്ച നിറത്തോടു കൂടിയിട്ടുള്ള ഒരു വള്ളിസസ്യമാണ് ഈ ധൃതരാഷ്ട്ര പച്ച. നിരവധി ശാഖോപശാഖകളും ഇലകളും ഇതിൽ കാണാൻ സാധിക്കും. ഹൃദയാകാരമാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. ഇത് പടർന്ന് പിടിച്ചിട്ട് മരങ്ങളെ തന്നെ കാണാത്ത രീതിയിൽ അത്ര തന്നെ വലുപ്പത്തിലും വളരാറുണ്ട്. ഫെബ്രുവരി മെയ് മാസങ്ങളിലാണ് ഇതിൽ പൂവുണ്ടാവാറുള്ളത്. പൂക്കൾ പൂങ്കുലകളായി ശാഖാഗ്രങ്ങളിൽ കാണപ്പെടുന്നു. തീരെ ആകർഷണമില്ലാത്ത ഇതിൻ്റെ പൂക്കൾക്ക് വെളുത്ത നിറമാണുള്ളത്. അത് തീരെ ചെറുതായിരിക്കും. തവിട്ട് നിറമാണ് ഇതിൻ്റെ ഫലത്തിനുള്ളത്. ഇതിൻ്റെ വിത്തുകൾ വളരെ ചെറുതും ബാഹ്യമായിട്ടുള്ള ദളപുടങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. ഒരു സീസണിൽ 40,000 വിത്തുകളോളം ഇതിലുണ്ടാവും. ഇവ കാറ്റിൽ വഴി വിതരണം ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ വംശവർധന ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ ധൃതരാഷ്ട്രപ്പച്ച എന്ന ആ പേര് കൊണ്ട് തന്നെ ഈ പുരാണത്തിലൊരു കഥാപാത്രമാണല്ലോ ഈ ധൃതരാഷ്ട്രപ്പച്ച എന്ന് പറയാൻ. ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ല. പക്ഷെ കണ്ണ് കാണില്ലെങ്കിലും അദ്ദേഹം എല്ലാ അധർമ്മത്തിൻ്റെയും രാജാവാണ്. സ്വന്തം മകനെ മാത്രമേ കാണൂ. ഈ സ്വന്തം മകൻ്റെ മാത്രം കണ്ട അതിൻ്റെ ചീത്തയൊന്നും കാണില്ല. അത് കാരണം മറ്റുള്ളതൊന്നും കാണാതിരിക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ ഈ ധൃതരാഷ്ട്രപ്പച്ച അങ്ങനെ പരന്ന് കടന്ന് അതിൻ്റെ അടിയിലുള്ള നല്ല സാധനങ്ങളൊന്നും കാണില്ല. അങ്ങനെ പച്ചപ്പായി പിടിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം ഇതൊരു വള്ളിയാണ്. ഇത് കഷായം വെച്ചിട്ട് ഈ മേലെ മുഴുവൻ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ധാര പോലെ ചെയ്താൽ ഈ ശരീരത്തിന് ഉള്ളിലുണ്ടാകുന്ന ഈ ശമിക്കുക എന്ന് പറയും. ഈ രോഗങ്ങളെ ശമിപ്പിക്കുന്നുണ്ട്. ഒന്നും പുറത്തേക്ക് വരില്ല. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് അധികം അമിതമായ വിയർപ്പുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ കഷായം കൊണ്ട് കുളിച്ച് കഴിഞ്ഞാൽ വിയർപ്പ് അവിടെ വറ്റും. അകത്തെ ആ ചൂട് കുറയ്ക്കാനുള്ളൊരു ഔഷധമാണ് ഈ ധൃതരാഷ്ട്രപ്പച്ച. അതിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഔഷധക്കുളിയിൽ ഈ ധൃതരാഷ്ട്രപ്പച്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മസ്കുലർ പെയിൻ, ശരീരത്തിൻ്റെ വേദന, ശരീരത്തിൻ്റെ ഉന്മേഷം കിട്ടും.